എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ രാവിലെ തുടരുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തോരാ മഴയാണ്. ഇന്നും നാളെയും ഒക്കെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. കാലവർഷം എത്താൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. പക്ഷേ മഴ വളരെ ശക്തമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്, അല്ലേ? മഴയുടെ ആദ്യ നാളിൽ തന്നെ നമ്മുടെ വികസന കുതിപ്പായ ദേശീയപാതകളുടെ അവസ്ഥ ഇതാണെങ്കിൽ മഴ ഒന്ന് ഉറച്ചു പെയ്താൽ എന്താകും അവസ്ഥ? ഈ അപകടാവസ്ഥയുടെ ഉത്തരവാദി ശരിക്കും ആരാണ്? സ്ഥലത്ത് ഇപ്പോൾ നടക്കുന്ന ഈ ഹൈടെക് പരിശോധനകൾ ശരിക്കും നടക്കേണ്ടിയിരുന്നത് നിർമ്മാണം തുടങ്ങും മുമ്പല്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യം നമുക്ക് മുന്നിലുണ്ടല്ലേ? നോക്കാം നമുക്ക് രാവിലെയിൽ ഇതൊക്കെ സമഗ്രമായി വിശദമായി. നമുക്കൊപ്പം പ്രിൻസിപ്പൽ ട്രാൻസ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് അതിഥിയായും ഒക്കെ ചേരുന്നുണ്ട്. ഇന്നത്തെ ഒരു വാർത്താ ദിനം മുഴുവൻ ന്യൂസ് 18 കേരളം ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും ഇതിന്റെ പാളിച്ചകളെ കുറിച്ചും ഒക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. ഇന്നൊരു ദിവസം മുഴുവൻ അതിന്റെ ഭൂരിഭാഗം സമയവും ഇത്തരം ചർച്ചകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചർച്ചകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. ഒപ്പം മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും ഒക്കെ നമുക്ക് രാവിലെയിൽ പരിശോധിക്കണം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ദേശീയപാതയിൽ വിള്ളലുണ്ടായത് എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ടത് NHAA മാത്രമോ? കേന്ദ്രത്തെ പഴിചാരുന്ന സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? സർക്കാർ എന്ത് ചെയ്തു? പാത അപകടത്തിലായത് എങ്ങനെയെന്നും പരിഹാരം എന്തെന്നും അന്വേഷിച്ച് ന്യൂസ് 18 പ്രത്യേക കവറേജ്. വിള്ളലിൽ ആര് വീഴും? ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ 3 അംഗ കേന്ദ്ര സംഘം ഉടൻ എത്തും. പരിശോധന ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിൽ. വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് KNR കൺസ്ട്രക്ഷൻസ്. ഭൂമി ഏറ്റെടുക്കൽ മാത്രമായിരുന്നു ഉത്തരവാദിത്തമെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരണം. സംസ്ഥാന സർക്കാർ എങ്ങനെ കൈകഴുകും? ആലപ്പുഴ ബൈപ്പാസിലെ ഗർഡറുകൾ തകർന്നപ്പോൾ പ്രഖ്യാപിച്ച സ്വതന്ത്ര അന്വേഷണം പാഴ്വാക്കായി. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് അവഗണിക്കപ്പെട്ടതെങ്ങനെ? മുഖ്യമന്ത്രി ഇടപെട്ടു. മിൽമ ജീവനക്കാർ തൽക്കാലം സമരം നിർത്തി. പാൽ വിതരണം മുടങ്ങില്ല. തൊഴിലാളി യൂണിയനുകളുമായി ക്ഷീരവികസന തൊഴിൽ മന്ത്രിമാർ നാളെ ചർച്ച നടത്തും. MDയെ മാറ്റിയില്ലെങ്കിൽ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. അമ്മയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. മകൾ നിരന്തര പീഡനത്തിന് ഇരയായ കാര്യം അറിയാമായിരുന്നോ എന്നറിയാൻ ചോദ്യങ്ങൾ. റിമാൻഡ് ചെയ്ത പ്രതിയായ ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങും. അന്വേഷണ സംഘം വിപുലീകരിച്ചു. ഇന്ന് നാടൊട്ടുക്ക് പരക്കെ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് പുലർച്ചെ മുതൽ ശക്തമായ മഴ. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടായേക്കും. സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന നിലപാട് അറിയിച്ച് കേന്ദ്ര സർക്കാർ. വിധി പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഗവായി അധ്യക്ഷനായ ബെഞ്ച്. വിദേശ വിദ്യാർത്ഥികളുടെ വിസ നയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. വിസ സ്റ്റാറ്റസ് നിർത്തലാക്കുന്നത് തടഞ്ഞ് കോടതി. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നതും തടഞ്ഞു. ന്യൂസ് 18 സമഗ്ര കവറേജിലേക്കാണ് കടക്കുന്നത്. ദേശീയപാത അപകടത്തിൽ. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതടക്കം നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ 3 അംഗ സംഘം ഉടൻ സംസ്ഥാനത്തെത്തും. ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലാണ് സമിതി. കൂരിയാട്ടെ നിർമ്മാണ വീഴ്ചയിൽ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരുന്നു. അതേസമയം കൂരിയാട് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. നിർമ്മാണ അപാകതയിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. CV അനുമോദ് മലപ്പുറത്ത് നിന്നും നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരും. ആദ്യം CV അനുമോദിലേക്കാണ് പോകുന്നത്. CV അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം എത്രത്തോളം വലിയ ആശങ്കയിലാണ് കൂരിയാട് ജനത ഉള്ളത് എന്നുള്ളത്. അവരുടെ കിടപ്പാടം പോലും വളരെ ദുർഘടമായ അവസ്ഥയിലാണ് ഉള്ളത്.
എത്രയും പെട്ടെന്ന് ഒരു നടപടി വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നമുക്കറിയാം, മഴ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. മഴ ഇപ്പോഴും ശക്തമായി പെയ്യുന്നു. കാലവർഷം 2 ദിവസത്തിനകം എത്തിക്കഴിഞ്ഞാൽ എന്താകും അവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ വിദഗ്ധ സംഘം എത്തുകയാണ്. IIT പ്രൊഫസർ അടങ്ങുന്ന സംഘം. ഇന്നലെ ഹൈടെക് സംഘമൊക്കെ അവിടെ പരിശോധന നടത്തുകയും വിലയിരുത്തൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത്? മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയല്ലേ? ഹരിയ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ കുരിയാട് ഈ ഹൈവേ ഇടിഞ്ഞ് ദുരന്തമുണ്ടായതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ. ആ മേഖലയിലുള്ള ആളുകളും ജനപ്രതിനിധികളെല്ലാം ഒന്നാകെ പറയുന്നത് ഒരു ഭൂഘടന, ആ പ്രദേശത്തിൻ്റെ ഭൂഘടന മനസ്സിലാക്കാതെ ഒരു നിർമ്മാണം നടത്തിയതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നാണ്. അവിടെ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ MLA-മാരെല്ലാം തന്നെ ഒന്നടങ്കം പറഞ്ഞ ഒരു കാര്യം, അവിടെ ഒരു പാലം മാത്രമാണ് ഇനി ശാശ്വതമായിട്ടൊരു പരിഹാരം. അതല്ലാത്ത ഏതൊരു നിർമ്മാണ സാഹചര്യങ്ങളെയും ഞങ്ങൾ എതിർക്കുമെന്ന്, അത് പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്ക് അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് അതിൽ പറയുമ്പോൾ ആധികാരികമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. അത് എത്രമാത്രം അതിൽ വാസ്തവമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ കേന്ദ്ര സംഘത്തിൻ്റെ ഒരു സന്ദർശനമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇന്നോ നാളെയോ എന്ന തരത്തിലാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് ഈ ഒരു മേഖലയിലുള്ള വിദഗ്ധരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന മറുപടി. എപ്പോഴെത്തുമെന്നൊരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സമയമേറെ എടുക്കരുത് എന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ തന്നെ ഈ മേഖലയിലെ ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. ആ മേഖലയിൽ താമസിക്കുന്നവർ മാത്രമാണ് അതുവഴി കടന്നു പോകുന്നവർ. മാത്രമല്ല, ഇത് ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് പലരും കാണുന്നത്. മഴ വരുന്നതിന് മുൻപാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മഴക്കാലം വന്നാൽ പലയിടത്തും സാഹചര്യങ്ങൾ എങ്ങനെയാകുമെന്ന് പറയാനാകില്ല എന്നൊരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കി അതിന് ഈ ഒരു കൃത്യമായ സൊല്യൂഷൻ കാലതാമസം കൂടാതെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇനി മുൻപിലുള്ള ഒരു വഴി. കഴിഞ്ഞ ദിവസം NHA നിയോഗിച്ച വിദഗ്ധ സംഘവും അവിടെ മണ്ണിന് മുകളിൽ വന്ന് കൂടിയ ഭാരം താങ്ങാൻ കഴിയാതെ തെന്നി നീങ്ങിയതാകണം ഈ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന ഒരു വിലയിരുത്തലാണ് അവരും പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അതും സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷൻ അത് കാലതാമസം കൂടാതെ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ പുരോഗമിക്കുമ്പോഴും ഇതിന് ഈ ഒരു മേഖലയിൽ ഒരു വയഡക്റ്റ് പാലം നിർമ്മിച്ച് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നൊരാവശ്യമാണ് പ്രതിഷേധക്കാരെല്ലാം, അല്ലെങ്കിൽ മേഖലയിലുള്ളവരും ജനപ്രതികളെല്ലാം ഒരുപോലെ തന്നെ ഉന്നയിക്കുന്നത്. അത് വിദഗ്ധ സമിതി എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനും അതുപോലെ കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനത്തിനുമായിട്ടാണ് ഇനി ഈ ഒരു പ്രധാനപ്പെട്ട കാത്തിരിപ്പ്. അത് എന്നുണ്ടാകും, ഈ IIT വിദഗ്ധർ എന്നെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദഗ്ധ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ആ മേഖലയിലെ മണ്ണിൻ്റെ ബലക്ഷയത്തെക്കുറിച്ചാണ് എന്നുള്ളത്. ഈ ഒരു KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര തീരുമാനം കൂടി ഒരുമിച്ച് വരുന്നതോടെ വന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾക്കും എല്ലാവർക്കും തന്നെ ഉള്ളത്. ഇതിൽ ഈ ഒരു വയഡക്റ്റ് പാലം ഇവിടെ വരുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. തീർച്ചയായും അനുമോദം തുടരുക. നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ്. ഈ മണ്ണിനെയും മഴയും ഒക്കെ കുറ്റം പറഞ്ഞ് മാത്രമുള്ള ഒരു റിപ്പോർട്ടാകുമോ, അതോ നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പോലെ ഇത്തരത്തിൽ കരാർ കമ്പനി തന്നെ വീഴ്ച സംബന്ധിച്ച ഒരു സാഹചര്യമുണ്ട്. കരാർ കമ്പനിക്ക് ഈ നിർമ്മാണത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൂടി മെൻഷൻ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാകുമോ ഇന്ന് സമർപ്പിക്കുക? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ ദേശീയപാത വികസനത്തോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളും വിള്ളലുകളും ഒക്കെ ഇതിനോടനുബന്ധിച്ചായിരുന്നു ഹൈക്കോടതി NHAയുടെ വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇത് പ്രധാനമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. കൊച്ചിയിലെ റോഡുകളുടെ അപാകതയും അല്ലെങ്കിൽ വെള്ളക്കെട്ടും ഒക്കെ പരിഗണിക്കുന്ന ബെഞ്ചാണ് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ദേശീയപാതയിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ
ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ഇതിൻ്റെ ഒരു വിശദീകരണം NHAയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. കാരണം ജനങ്ങളുടെ ജീവനാണ്, അതിന് വലിയൊരു അപകടം സംഭവിക്കുന്ന രീതിയിലേക്കാണോ NHAയുടെ പണി നീങ്ങുന്നതെന്നൊരു ആശങ്ക കൂടി ഹൈക്കോടതി പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്തായാലും NHA ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തും. ഇന്ന് നടക്കുന്ന പരിപാടികളടക്കം നൽകിക്കൊണ്ടുള്ള ഒരു വിശദീകരണമായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം ഈ കരാർ കമ്പനിക്കെതിരെ എടുത്ത നടപടിയും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായ സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു വിള്ളലുണ്ടായി അല്ലെങ്കിൽ വലിയ രീതിയിൽ റോഡുകളിൽ ഗർത്തം രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകളുടെ പ്രതിഷേധം, ഇതിലൊക്കെ നയിച്ച കാരണം എന്താണ്? അതിലെന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇനി അത്തരത്തിലുള്ള ഒരു അപാകത ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? വിദഗ്ധ സംഘത്തെ അടക്കം രൂപീകരിച്ചു എന്ന കാര്യങ്ങളും ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ NHA ചൂണ്ടിക്കാട്ടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരിക്കും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക. ഇതിനോടൊപ്പം ഇനി ചിലപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിക്കുമോ? ഈ ഒരു റോഡുകളുടെ അപാകത, ഇങ്ങനെ നാഷണൽ ഹൈവേ പണിയുമ്പോൾ അതിൽ തുടരെ പരാതികൾ ഉയരുന്ന പല അപകടങ്ങളും സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാകും ഉണ്ടാകുക? എന്തായാലും NHAയ്ക്ക് അടക്കം രൂക്ഷ വിമർശനം അല്ലെങ്കിൽ കരാർ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘത്തെ നിയോഗിക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. തീർച്ചയായും നവമി തുടരുക. അനുമോദിലേക്ക് ഒരിക്കൽ കൂടി. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാഥമികമായ വിലയിരുത്തൽ വന്നിട്ടുള്ളത് ഈ മണ്ണ് അവിടെ നിന്ന് ഇളകി മാറിയതാണ് കൂരിയാട് ഈ ഒരു പാളിച്ച സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത്. പക്ഷേ ഈ മണ്ണിന്റെ ഘടന, ആ ഭൂപ്രകൃതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഇപ്പോഴായിരുന്നില്ലല്ലോ. ഇതിനു മുമ്പ് ആ നിർമ്മാണം തുടങ്ങുന്നതിനേ മുമ്പായിരുന്നല്ലോ. അവിടുത്തെ പ്രദേശവാസികളടക്കം അത് തുടക്കം മുതൽ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് അവർ പറയുന്നുമുണ്ട്. ആ ഘട്ടത്തിലൊന്നും മുഖവിലേക്ക് ഈ പ്രശ്നങ്ങൾ എടുക്കാതെ പോയി. ഇപ്പോൾ എല്ലാ പ്രവൃത്തിയും അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഈ വലിയ പ്രശ്നം നേരിടേണ്ടി വന്നത്. ഇനി ആദ്യം മുതൽ എല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോൾ പ്രദേശവാസികളുടെ ആവശ്യം പോലൊക്കെ അവിടെ ഒരു മേൽപ്പാലം, ഒരു വയഡക്റ്റ് പാലമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ്? പ്രസക്തമായ ചോദ്യമാണിത്. കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു മേഖലയുടെ ഭൂഘടനയ്ക്ക് അനുസരിച്ചുള്ള നിർമ്മാണമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു വിലയിരുത്തൽ വന്നിരുന്നു. പ്രധാനമായിട്ടും വയലിലൂടെയാണ് ഈ ഒരു പാലം ഈ ഒരു റോഡ് ദേശീയപാത മാത്രമല്ല അതിന് സർവീസ് റോഡുകളും കടന്നു പോകുന്നത്. മണ്ണിട്ട് ഉയർത്തി, അതായത് മുൻപുണ്ടായിരുന്ന ഹൈവേയുടെയും അതിനും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ആ ഒരു മേഖല റോഡിന് വേണ്ടി സജ്ജമാക്കിയത്. അപ്പോൾ അവിടെ ഒഴുകിയിരുന്ന പല കൈത്തോടുകളും വെള്ളമൊഴുകുന്ന വഴികളും ഒക്കെ ആ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും അടയ്ക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകുന്ന വഴി തടയപ്പെട്ടാൽ വെള്ളം ആ മണ്ണിൽ തന്നെ കെട്ടി നിൽക്കും. അത് ഭൂമിയിലേക്ക് അടിയിലേക്ക് ഇറങ്ങും. മണ്ണിനടിയിൽ ഭൂമിക്കടിയിലുള്ള മണ്ണിന്റെ ഘടനയെ മാറ്റുകയും ചെയ്യും. അതിനു മുകളിൽ വലിയ ഭാരത്തിൽ മണ്ണ് കുന്നുകൂട്ടി അവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഈ തൂണുകൾ സ്ഥാപിച്ച് ഇത് വലിയ ഭാരം താങ്ങാൻ കഴിയാത്ത ഭാരം മുകളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിനടിയിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, മണ്ണ് തെന്നി നീങ്ങുന്നു. ഇത് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി പ്രധാനമായിട്ടും ഈ മണ്ണിടിച്ചിലുണ്ടായ മേഖല മുതൽ ഈ വയൽ കടന്നു പോകുന്ന ദൂരം, ആ മേഖലയിൽ ഒരുപക്ഷെ വയഡക്റ്റ് പാലം സാധ്യമാകുമോ എന്നൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമാകും പരിശോധിക്കാം. മുഴുവനായിട്ട് പൊളിച്ചു പണിയുക എന്നുള്ളത് ഒരുപക്ഷെ സമയമേറെ എടുത്തേക്കാം. പണച്ചെലവിനേക്കാൾ കൂടുതൽ സമയമാണല്ലോ ഇവിടെ പ്രധാനം. അപ്പോൾ അതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് വിദഗ്ധ സംഘത്തിൻ്റെ കൂടി എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ് കൂടി എടുത്ത ശേഷമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഇത് ഈ ഒരു പുതിയ പാലം നിർമ്മിച്ച് ഈ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണെങ്കിൽ അത് ആ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. പക്ഷേ അതിനെ പിൻപറ്റി മറ്റ് പലയിടങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയരും എന്ന കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം. കാരണം ഇതേ ഘടനയുള്ള ഒരുപാട് ഇടങ്ങൾ ഈ ഹൈവേയിലുണ്ട്. അവിടെയൊക്കെ ഇതുപോലത്തെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഇത്തരത്തിലുള്ള പാലങ്ങളിലേക്ക് മാറണമെന്നൊരാവശ്യവും
ഉയർന്നു വന്നേക്കാം. അതെന്തായാലും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഈ വയഡക്റ്റ് പാലം എന്ന ജനങ്ങളുടെ ഒരു ആവശ്യം അത് പ്രായോഗികമായിട്ടുള്ളൊരു പരിഹാരമാണ്. പക്ഷേ അതിനു മുമ്പിലുള്ള വെല്ലുവിളി നേരത്തെ പറഞ്ഞ ഈ ഒരു സമയപരിധിയും അതുപോലെ ഇവിടെ ഇത്തരത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ മറ്റിടങ്ങളിലും അതേപോലെ നിർമ്മിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടിയാണ്. തീർച്ചയായും CV അനുമോദും നവമി ദിനേശുമാണ് നമുക്കൊപ്പം ചേർന്നത്. നമുക്കറിയാം ഈ വടക്കൻ കേരളത്തിൽ മാത്രമല്ല ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നുള്ളത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പല മേഖലകളിൽ സമാനമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ദേശീയ പാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഇവിടെ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രഖ്യാപനം അന്നുണ്ടായത്. പക്ഷേ ആ പ്രഖ്യാപനം പാഴ്വാക്കായി മാറി എന്നുള്ളതാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് പൊതുമരാമത്ത് വകുപ്പ് അവഗണിച്ചു. ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറത്തും റോഡ് തകർന്നതോടെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടെ ജനങ്ങളെ ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനത്തിന് ഇല്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വേഗത, വികസന കുതിപ്പിലുമൊക്കെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന സർക്കാരിന് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമോ? ഈ ആലപ്പുഴയിലെ പ്രശ്നത്തിൽ എന്ത് പരിഹാരമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതുപോലും നടത്താൻ കഴിയാതെ പോയല്ലോ. ഭവ്യ, ആലപ്പുഴ എന്നുള്ളതല്ല, സംസ്ഥാനത്തൊട്ടുകെയുള്ള ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണോ ഈ ഒരു നിർമ്മാണം കടന്നു പോകേണ്ടതെന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി ഉയരുന്നത്. നമുക്കറിയാം, ആലപ്പുഴയിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് 70 ടൺ വീതം ഭാരമുള്ള 4 ഗർഡറുകൾ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്നു വീണത്. അന്ന് ഈ ഒരു തകർച്ച ഉണ്ടാകുന്നതിന്റെ ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ CCTV ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ആലപ്പുഴയിലെ ഏറ്റവും തിരക്കേറിയ, അതായത് ബീച്ചിനോട് ചേർന്ന് വിജയ പാർക്കിനോട് തൊട്ടടുത്ത് കുട്ടികളും ഒപ്പം തന്നെ രക്ഷകർത്താക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി എത്തുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു ഇങ്ങനെ ഒരു ഗർഡറുകൾ തകർന്നു വീണത്. അതായത് 70 ടൺ വീതമുള്ള 4 ഗർഡറുകൾ ഒന്നിച്ച് നിലമ്പെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഗർഡറുകൾ വീഴുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച ദിവസമായിരുന്നു അത് സംഭവിച്ചിരുന്നുവെങ്കിൽ വലിയ കാഷ്വാലിറ്റി തന്നെ ആലപ്പുഴയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. തലേ ദിവസം, അതായത് നമുക്കറിയാം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പല വീടുകളിലും സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഒരു കല്യാണ ഫംഗ്ഷൻ നടന്നപ്പോൾ അതിന്റെ ആളുകൾ നിന്നിരുന്ന, അല്ലെങ്കിൽ അവിടെ അതിന്റെ കീഴിൽ, ഈ ഗർഡറുകളുടെ കീഴിലായിരുന്നു അത്രയധികം 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അപകടത്തിൽ നിന്നായിരുന്നു ആലപ്പുഴ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആലപ്പുഴയ്ക്ക് ശേഷം പിന്നീട് മലപ്പുറം ഉണ്ടായി. പക്ഷേ നമ്മൾക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് ഒരു സർക്കാർ തലത്തിലൊരു അന്വേഷണം ഉണ്ടാകുന്നില്ല? ഒരുപക്ഷെ ദേശീയപാതയുടെ നിർമ്മാണം തങ്ങൾക്കാണ്, അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സെൻട്രൽ മിനിസ്ട്രിക്കാണ് എന്ന് പറഞ്ഞൊഴിയുമ്പോഴും കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. ഇങ്ങനെ നിസ്സംഗതയോടെ കൈകെട്ടി നിൽക്കുകയാണോ അതിനകത്ത് വേണ്ടതെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ആലപ്പുഴയിലെ കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതായത് ആലപ്പുഴയിൽ ഇത്തരത്തിൽ ഒരു ഗർഡറുകൾ തകർച്ചയുണ്ടായ സമയത്ത് ആലപ്പുഴ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ സംസ്ഥാന PWDക്ക് നൽകിയ കത്തിൽ ഈ ഒരു തകർച്ച സംസ്ഥാന PWD കൂടി അന്വേഷിക്കണം, നമുക്കൊരു എക്സ്പെർട്ട് ടീം വേണം, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ, കേന്ദ്ര സർക്കാരിന്റെ വിഭാഗങ്ങളല്ല അന്വേഷിക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഇത് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ രീതിയിൽ കോഴിക്കോട് NITയിലെ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കും എന്നുള്ളൊരു പ്രഖ്യാപനവും ഉണ്ടായി. പക്ഷേ ആ പ്രഖ്യാപനം പിന്നീട് നടന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് മാസങ്ങൾ പിന്നിട്ടിട്ടും കോഴിക്കോട് NITയിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തും എന്നുള്ള വാക്ക് പാഴ്വാക്കായി മാറി എന്നുള്ളതാണ്. അതിനകത്ത് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞത് തൊഴിലാളികളുടെ വീഴ്ച മാത്രമാണ്. ഈ 70 ടൺ വീതം ഭാരമുള്ള 4 ഗർഡറുകൾ തകർന്ന സംഭവത്തിൽ ദേശീയപാത വിഭാഗം
കണ്ടെത്തിയത്. അതായത് ഈ ഗഡറുകൾ സ്ഥാപിച്ചപ്പോൾ വന്ന ഒരു പിഴവ് ആണ് അത്. അതുകൊണ്ട് തന്നെ ഒരു തടി ഇളക്കി മാറ്റിയപ്പോൾ ആ ഗഡറുകൾ തെന്നിപ്പോയതാണ്. അതായത് കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഗഡർ തെന്നുന്നു, തുടർച്ചയായി ബാക്കി 4 വീഴുന്നു എന്നുള്ള ഒരു വിശദീകരണത്തിൽ, ഒഴുക്കൻ മട്ടിലുള്ള വിശദീകരണത്തിൽ അവർ മാറി. ഇത് അന്വേഷിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ റെയിൽവേയിലെ ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തുന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് മാത്രമാണ് ഈ സംഭവം അന്വേഷിച്ചത് എന്നുള്ളതാണ്. അതായത് വീഴ്ച പുറത്തു വരണമെങ്കിൽ കൃത്യമായ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു മുന്നോട്ട് വെച്ച് ആലപ്പുഴ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ച ഒരു ആശങ്കയെ കണ്ണും പൂട്ടി തള്ളുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ്. അതായത് കൃത്യമായി നമുക്കത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൈ കഴുകുന്ന രീതിയിൽ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട, റിസ്ക് അവർക്കിരിക്കട്ടെ എന്നുള്ള രീതിയിൽ കൈ കഴുകുന്ന രീതിയിലായിരുന്നു ആലപ്പുഴയുടെ നിർമ്മാണത്തിലും പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ച നിലപാട്. എന്തായാലും മലപ്പുറത്തേക്ക് കടക്കുമ്പോഴെങ്കിലും ആ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. ഭവ്യ, തീർച്ചയായും നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മേൽ ചാരി സംസ്ഥാന സർക്കാർ. ഭൂമി ഏറ്റെടുക്കലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണ ചുമതല കേന്ദ്രത്തിലായിരുന്നു എന്നുമാണ് വിശദീകരണം. അതേസമയം പദ്ധതിയിലെ സംസ്ഥാനത്തിന്റെ പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരും. അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് ദേശീയപാത വികസനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാനിരുന്ന പദ്ധതി. പുതിയ ദേശീയപാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ആരും വോട്ട് മാറ്റി ചെയ്യില്ലെന്നായിരുന്നു ആത്മവിശ്വാസം. അതാണ് മൂരിയാട് തകർന്നു വീണത്. സർക്കാർ വാർഷികത്തിന്റെ തലേ ദിവസമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യമൊന്നു പതറി. പിന്നെ നിർമ്മാണ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും തന്നെയാണ് തകർച്ചയ്ക്ക് മറുപടി പറയേണ്ടതെന്ന നിലപാടെടുത്തു. നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. എന്നാൽ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ നിർണായക റോൾ ഓർമ്മിപ്പിക്കാനും ശ്രമമുണ്ട്. തകർച്ചയുടെ ഉത്തരവാദിത്വം ബിജെപി ഏറ്റെടുക്കും. ഒരു നിബന്ധന മാത്രം: പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുത്. അതിൻ്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പാലമാണോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു 100% കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ അടിക്കാൻ കിട്ടിയ വടിയായാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത്. പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിച്ചവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. ദേശീയപാതയിലെ വിള്ളൽ അന്വേഷിക്കേണ്ടത് NHAI മാത്രമാണോ? കാരണക്കാരായ NHAI വീഴ്ച അന്വേഷിച്ചാൽ മതിയോ ഈ വിഷയത്തിൽ? സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാനാകും ഈ വിഷയത്തിൽ? റോഡിലെ വിള്ളൽ ആരൊക്കെ അന്വേഷിക്കണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സമഗ്രമായി തന്നെ നമ്മൾ അത് അന്വേഷിക്കുകയാണ്. ലോകത്തെ റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശ്രീ ടോണി മാത്യു ഇന്ന് രാവിലെയിൽ നമുക്കൊപ്പം അതിഥിയായി ഇപ്പോൾ ചേരുകയാണ്. വിദേശ രാജ്യങ്ങളിൽ റോഡ് നിർമ്മാണ രംഗത്ത് പരിചയമുള്ള ഈ മേഖലയിൽ അത്യപൂർവം വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം. ഒപ്പം ന്യൂസ് 18 കേരളം സീനിയർ അസോസിയേറ്റ് എഡിറ്റർ S. ലല്ലു നമുക്കൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും രാവിലെയിലേക്ക് ന്യൂസ് 18 കേരളത്തിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം ശ്രീ ടോണിയിലേക്കാണ് പോകുന്നത്. ശ്രീ ടോണി, ഈ ബംഗ്ലാദേശിലടക്കം റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് താങ്കൾ. ഇവിടെ എന്താണ് വീഴ്ച സംഭവിച്ചത്, സിമ്പിളായി പറഞ്ഞാൽ? ഇവിടെ ഈ നിർമ്മാണത്തിന് 2 ഘട്ടമുണ്ട്. ഒന്ന് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന ഫേസ്, പിന്നെ കൺസ്ട്രക്ഷൻ ഫേസ്. ഇത് NHAI ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒരു റോഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ NH66 കേസിൽ പിന്നെ അതിന്റെ ഡിസൈനിന്റെ ഉത്തരവാദിത്വവും അതിന്റെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വവും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തന്നെയാണ്. അതിനകത്ത് സംശയമില്ല. അപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഈ മലപ്പുറത്ത് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അതൊരു ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ അറിയാൻ പറ്റുള്ളൂ. ഈ ഡിസൈനിൽ വന്ന പാകപ്പിഴയാണോ, കൺസ്ട്രക്ഷൻ സമയത്ത് വന്ന പാകപ്പിഴയാണോ എന്നുള്ളത് അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു പ്രത്യക്ഷത്തിൽ കാണുമ്പം ഇതിൻ്റെ അകത്ത് ഡിസൈൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെന്ന് വേണേ പറയാം. ഇപ്പൊ ശ്രീധരൻ സാറൊക്കെ പറഞ്ഞ പോലെ
അതൊരു പാടം ശേഖരത്തിൽ കൂടെ പോകുന്ന റോഡാണ്, അവിടെ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയെന്നുള്ളൊരു ബ്രോഡർ ഒബ്സർവേഷൻ പറയാൻ പറ്റും. പക്ഷെ എന്നാലും അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷന്റെ, ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. സംസ്ഥാനം എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ള നിങ്ങൾ ചോദിക്കുന്ന ഒരു സ്റ്റേക്ക്, സംസ്ഥാനത്തിന്റെ സ്റ്റേക്ക് ഇവിടെ എന്താണെന്നുള്ളത്. നമ്മൾ ഈ ഡിസൈനിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഡിസൈൻ സ്റ്റേജിൽ ഇവിടുത്തെ ഒരു കീ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തിന് ആക്റ്റീവായിട്ട് ഇടപെടേണ്ടിയിരുന്നു. ആ ഒരു ഇടപെടൽ, ഈ ഡിസൈൻ ഇപ്പൊ ഈ റോഡ് ഷേപ്പായി വരുന്നത് കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇടപെടൽ ഇവിടെ നടന്നിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തു, അവരിവിടെ വന്ന് ഇവിടുത്തെ പഠിച്ചോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അവരൊരു ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഈ ഡിസൈൻ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ലാൻഡ് യൂസിനോ പറ്റിയൊരു ഡിസൈൻ അല്ലെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഒരു ലോക്കൽ ഇൻപുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആവേണ്ടിയില്ല, വരേണ്ടിയിരുന്നത്. പക്ഷെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിക്ക് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാര്യം അത് NHAI അപ്പോയിന്റ് ചെയ്ത കോൺട്രാക്ടറെയും NHAI അപ്പോയിന്റ് ചെയ്ത സൂപ്പർവൈസിങ് എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് സംസ്ഥാനത്തിന് അത് പ്രത്യേകിച്ച് അതിനകത്ത് റോളില്ല. പിന്നെ സംസ്ഥാനത്തിന് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അരൂർ ചേർത്തല എലിവേറ്റഡ് എക്സ്പ്രസ് വേ, അവിടെ ഒരു വർഷം 50 പേരും ആൾക്കാരെ മരിച്ചത്. അതിനകത്ത് സംസ്ഥാനത്തിന് ഇത് കറക്റ്റ് കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഒക്കെ ചെയ്യുന്നുണ്ടോ, സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയാണോ ചെയ്യുന്നുള്ളത്, ആക്റ്റീവായിട്ട് ഇടപെട്ട് മിനിസ്ട്രീനെയൊക്കെ ഫ്ലാഗ് ചെയ്യാൻ പറ്റും. ആ ഒരു റോള് സംസ്ഥാനത്തിനുണ്ട്. പക്ഷെ അതിക്കവിഞ്ഞൊരു എന്താ പറയുക, ഇതിന്റെ ഒരു ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റി ആരാടും ചോദിച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്ത ഡിസൈനർ എടുത്തും അത് കോൺട്രാക്ടർ എടുത്തും അവരെ മാനേജ് ചെയ്ത NHAIയുടെ അടുത്തായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ശ്രീ ടോണി മാത്യു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഈ NHAI സംഘമൊക്കെ പറയുന്നത് പോലെ മണ്ണിളകി മാറിയതാണ്, മണ്ണിന്റെ ഘടനയിൽ പ്രശ്നം സംഭവിച്ചതാണ്, ഇത്തരത്തിൽ ഭൂപ്രകൃതി മനസ്സിലാക്കാതെ ഉള്ളൊരു നിർമ്മാണം, അത്രമാത്രം ആ ഒരു തരത്തിൽ മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതിയോ? അല്ലാതെ ഈ നിർമ്മാണത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല, അഴിമതി സംഭവിച്ചിട്ടില്ല, ആ തരത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ട, അശാസ്ത്രീയമായ നിർമ്മാണം എന്ന തരത്തിൽ മാത്രം ഈ വിഷയത്തെ നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടാൽ മതിയോ? അല്ലെ, ഭൂപ്രകൃതിക്ക് അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഡിസൈൻ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് അതൊരു ഇൻവെസ്റ്റിഗേഷൻ പറയണം. അത് എന്തായിരുന്നു ഡിസൈൻ, എന്തായിരുന്നു അതിൻ്റെ പോരായ്മകൾ എന്നുള്ളത്. അതല്ല, ഭൂപ്രകൃതി ഡിസൈൻ വളരെ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഒബ്വിയസ്ലി കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നായിരിക്കും. അതൊരു ഇൻവെസ്റ്റിഗേഷനിലൂടെ പുറത്തു വരികയുള്ളൂ. കൺസ്ട്രക്ഷനിലും പോരായ്മയില്ല, ഡിസൈനിലും പോരായ്മയില്ലെങ്കിൽ പിന്നെ ഒരു റോഡ് ഫെയിൽ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കണം, ഒരു ഫ്ലഡ് പോലെയോ അല്ലെങ്കിൽ എർത്ത്ക്വേക്കോ ലാൻഡ്സ്ലൈഡ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. ഇതൊന്നും സംഭവിക്കാത്തടുത്ത് കൺസ്ട്രക്ട് ചെയ്ത പുതിയ റോഡ് പെട്ടെന്ന് പൊട്ടിപ്പോവുക എന്ന് പറയുന്നത്, ഈ രണ്ട് സ്ഥലത്ത് എവിടെയോ പോരായ്മയുണ്ട്. ഒന്നിൽ ഡിസൈൻ പോരായ്മയുണ്ട്, അല്ലെങ്കിൽ ആ ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്ത കൺസ്ട്രക്ഷൻ പോരായ്മയുണ്ട്. ഇതല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരാൻ സാധിക്കുള്ളൂ. നമുക്കത് വെറുതെ കമന്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. ശ്രീ എസ് ലല്ലു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലല്ലു, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കാൻ നേരം ആദ്യം തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളല്ലല്ലോ നിർമ്മാണം നടത്തിയത്, നിർമ്മാണത്തിലെ വീഴ്ചയല്ലേ, അതിന് എന്ത് ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അങ്ങനെ കൈകഴുകി മാറിയിരിക്കാൻ സർക്കാരിന് സാധിക്കുമോ? അതെ, ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം തരാൻ കഴിയും. ഇന്നലെയാണ് കൊല്ലത്ത് LDF റാലിയിൽ മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു, അതിൽ നമ്മുടെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ്, ഇതിന്റെ ഡിസൈനിങ്ങും നിർമ്മാണവും മുഴുവൻ ദേശീയപാതയാണ്. ഇത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടക്കുന്ന മത്സരമാണ്. നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭരണനേട്ടങ്ങളിലൊന്നായി ദേശീയപാത ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും LDF നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ്. LDFന്റെ മറ്റേ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മുഴുവൻ ഈ പൂർത്തിയായ ഓരോ റോഡുകളുടെയും റീച്ചുകൾ ഉയർത്തിക്കാട്ടി വളരെ വലിയ പ്രചാരണം. മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായി എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ ഒരു മോണിറ്ററിംഗ് എപ്പോഴും ഈ നിർമ്മാണത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സംയുക്തമായ ഒരു മേൽനോട്ടം ഈ റോഡ് പണിയുടെ മേൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ രാത്രിയാണ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമായി മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് വീഡിയോ പുറത്തു വന്നത്. അതിൽ പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്നാണ്.
ഇതാണ് ഇത്രയും ദിവസം എടുത്തുകൊണ്ടിരുന്ന ഈ നിലപാടിൽ നിന്നും നേരെ വ്യത്യസ്തമായ ഒരു നിലപാട് ഈ ദേശീയപാത തകർന്ന ഘട്ടത്തിൽ എടുത്തതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ പറയുന്ന ന്യായത്തിന് ഒരു യുക്തിയുമില്ല എന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷം ഇതൊരു സുവർണാവസരമായി എടുത്തിരിക്കുന്നതാണ്. സ്വാഭാവികമാണ്, ഇത്തരം ഒരു വിഷയം വന്നാൽ പ്രതിപക്ഷം അതിന് തീർച്ചയായും അത് രാഷ്ട്രീയപരമായി അതിനെ എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കോട്ടയായ മലപ്പുറത്താണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ ഒരു നിൽക്കും. കാരണം അതുപോലുള്ള അവകാശവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറേ നാളുകളായി LDF ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. ഒരു അഭിമാന പദ്ധതി എന്നുള്ള നിലയിൽ ദേശീയപാതയെ അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു തിരിച്ചടി ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടാവില്ല. നേരത്തെ തന്നെ ഈ നമ്മുടെ കേരളത്തിനും വടക്കേന്ത്യയിൽ അല്ലെങ്കിൽ മണ്ണ് ഉറപ്പുള്ള സ്ഥലങ്ങളിലും ഒരേ ഡിസൈൻ പ്രായോഗികമാകില്ലാത്ത തരത്തിലുള്ള പല വിമർശനങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടായതാണ്. പല സ്ഥലങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ പറ്റി നാട്ടുകാരുടെ പരാതി ഉണ്ടായതാണ്. അപ്പോഴെല്ലാം ഇത് ഇടപെടാതെ മാറി നിൽക്കുകയും ഇത് പൂർത്തിയാകുമ്പോഴും ഞങ്ങളുടെ അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാട്ടുകയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിൽ നിന്ന് LDFന് പിന്നോക്കം പോകേണ്ടി വന്നു എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എത്രയും വേഗം പൂർത്തീകരിക്കാന്നുള്ളൊരു തിടുക്കമായിരുന്നു ഒരു പക്ഷേ മുന്നിൽ ഉണ്ടായിരുന്നത് അല്ലേ? തീർച്ചയായും 2025 ഡിസംബറോടുകൂടി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ആത്മവിശ്വാസത്തിലായിരുന്നു CPM. നമുക്കറിയാം 2026 വളരെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുകയാണ്. തുടർഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന LDFന് ഏറ്റവും മികച്ച പദ്ധതികളൊന്നായി, ഏറ്റവും അഭിമാന പദ്ധതികളൊന്നായി ഉയർത്തിക്കാട്ടാൻ ദേശീയപാതനെയായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ദേശീയപാത നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് 20,000 കോടി രൂപ ചെലവാക്കി സ്ഥലം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. നോക്കൂ, UDF സത്യമാണ്. കാരണം UDF കാലത്ത് അവർ പറഞ്ഞ, അല്ലെങ്കിൽ UDFന്റെ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുകയും ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പറ്റിയത് ഈ ദേശീയപാതയുടെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ തീരുമാനിച്ചതും, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ കൂടി സന്തതിയാണ്, ഞങ്ങളുടെ കൂടി കുട്ടിയാണെന്ന മട്ടിൽ പ്രചരണം നടത്തുകയും ഈ തകർച്ച വന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ദിവസത്തിന് ശേഷമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. ഇപ്പോഴും സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ്, എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട് എന്ന് ഇന്നലെ പൊതുഗതാഗത മന്ത്രി പറയുന്നു. തീർച്ചയായും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയുടെയും ജീവന്റെയും ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ നിക്ഷിപ്തമായ ഒരു സംഗതിയാണെന്നിരിക്കെ വളരെ ഗൗരവമായി തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. തീർച്ചയായും ഞാൻ ലല്ലുവിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ടോണി മാത്യു, ഇപ്പോൾ നോക്കൂ, കേരളത്തിന്റെ ഒരു പ്രകൃതി അതിതീവ്ര മഴ പെയ്യുന്ന, അതിതീവ്ര ചൂടുള്ള, അതോടൊപ്പം ഭൂഘടന നോക്കിയാൽ പുഴയും ചതുപ്പ് സ്ഥലങ്ങളും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രകൃതിയാണ്. അവിടെ ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായും മുന്നോടിയായി പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിസൈനിലടക്കം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബേസിക്കായി നമ്മൾ പാലിക്കേണ്ടത്? അല്ല, ഒന്ന് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി ഉണ്ടല്ലോ, ഒരു ഫൗണ്ടേഷൻ. നമ്മളൊരു റോഡ് ചെയ്തു പോകുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യേണ്ടത് ഒരു എന്ത് ടൈപ്പ് സ്ട്രക്ചറാണ് വേണ്ടതെന്നുള്ളത് അതിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യണം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിസൈൻ സമയത്ത് ചെയ്യേണ്ടതാണ്. അത് ഇവിടെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സംശയമാണ്. അത് ഇവിടെ മാത്രമല്ല, NHAയുടെ പല കോൺട്രാക്റ്റിലും ഈ പ്രശ്നമുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള ഭൂപ്രകൃതി ഉള്ളിടത്തൊക്കെ NHAയുടെ കൺസ്ട്രക്ഷൻ ഇപ്പൊ ഫെയിൽ ചെയ്യാണ്. ഇപ്പൊ ഹിമാചലിലൊക്കെ ഞാൻ ശരിക്കും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എപ്പോഴും മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡും റോഡ് പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടെയും അത് തന്നെ ആവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ഒട്ടും തന്നെ പാഠം പഠിക്കാതെ വളരെ ഒരു കെയർലെസ് ആയിട്ടുള്ള ഡിസൈനും അതിന്റെ ഇംപ്ലിമെന്റേഷനും ഇപ്പം നടക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇപ്പം നമുക്കൊരു എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. ഇപ്പം ഡിസൈൻ ചെയ്ത് വരുന്ന റോഡിന്റെ ഡ്രെയിനേജ് നോക്കിയാൽ മതി. ഡ്രെയിനേജ് മെയിൻ 4 ലൈനുള്ള NHല് ഡ്രെയിനേജ് ഇല്ല അവിടെ. ആ ഡ്രെയിനേജ് എന്ന് പറയുന്നത് അവർ കൊടുത്തിരിക്കുന്നത് 20 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഹോളുകളാണ് ക്രാഷ് ബാരിയറിൽ. എന്നിട്ട് അത് നേരെ ചാടിക്കുന്നത് സർവീസ് റോഡിലേക്കും. ഇത്രയും പുവർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഞാൻ വേറെ ഒരു നാഷണൽ ഹൈവേ റോഡിലും കണ്ടിട്ടില്ല, വേറെ ഒരിടത്തും അവർ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മള് 2025 ഇങ്ങനെ ഒരു പുവർ ഡിസൈൻ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ നെഗ്ലിജൻസ് ആയി എനിക്ക് തോന്നുന്നു. അവിടെയാണ് സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയത്.
ഈ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് വന്നപ്പം എന്തുകൊണ്ട് നമ്മൾ ഇത് കാണാൻ സാധിച്ചില്ല? ഇതിപ്പോ കൺസ്ട്രക്ട് ചെയ്ത് തീർന്ന് കൺസ്ട്രക്ഷൻ സമയത്ത് സംസ്ഥാന സർക്കാരിന് യാതൊരു റോളും ഇല്ല. അത് ഗവൺമെന്റ് അവര് NHAI അപ്പോയിന്റ് ചെയ്ത കോൺട്രാക്ടർ NHAI എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനെ പോയിട്ട് അതിനിടയിൽ കൂടെ അതിനെ മോണിറ്റർ ചെയ്യാനൊന്നും സംസ്ഥാന സർക്കാരിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇല്ല. പക്ഷെ ഡിസൈൻ ഇത്ര ഫ്ലോപ്പി ആയിട്ട് ചെയ്തത് എന്തുകൊണ്ട് നമ്മൾ അറിയാതെ പോയി? നമുക്കിവിടെ PWD ഉണ്ട്, നമുക്ക് നാറ്റ്പാക് ഉണ്ട്, നമുക്ക് PWD നാഷണൽ ഹൈവേസ് ഉണ്ട്, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, എത്രയോ സംഘടനകൾ ഇവിടെ, എത്രയോ ഓർഗനൈസേഷൻ ഉണ്ട്. ഇവരൊക്കെ നിൽക്കുമ്പം എങ്ങനെ ഇത്രയും ഒരു പുവർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഇവിടെ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും അതൊരു എല്ലാവരും ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ ഇത്രയും ഇപ്പൊ സർവീസ് റോഡിന്റെ വിഡ്ത് എടുക്കുക, സർവീസ് റോഡ് ഇനി അങ്ങോട്ട് വളരെ മോശം അവസ്ഥയിലാവും. എല്ലാ വെഹിക്കിൾ അണ്ടർപാസിലും കൺജക്ഷൻ ആവും. സർവീസ് റോഡ് 2 ലൈൻ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത് അതിന് വിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു പ്രശ്നം ഫേസ് ചെയ്യാൻ പോവാണ്. പെഡസ്ട്രിയൻസ് എവിടെ ഇറങ്ങും, എങ്ങനെ പോകും എങ്ങനെ ക്രോസ് ചെയ്യും ഒന്നും ഒരു ധാരണ ഇപ്പൊ ഇല്ല. അവരൊക്കെ നമ്മൾ ഹൈ സ്പീഡിൽ ഒരു കോറിഡോർ ഉണ്ടാക്കുക ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയും ബാക്കിയുള്ള പ്രാദേശികമായിട്ടുള്ള യാതൊരു പരിഗണനകളും ഇവിടെ കാണിച്ചിട്ടില്ല. അതെങ്ങനെ കേരളം സമ്മതിച്ചു കൊടുത്തു എന്നുള്ളത് അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ഡിസൈൻ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ സ്ലിപ്പായി പോയെന്നുള്ള ശരിക്കും അതാ ഡിബേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ലോക്കലൈസ്ഡ് കൺസ്ട്രക്ഷൻ പ്രോബ്ലം അല്ലെ ഡിസൈൻ പ്രോബ്ലം ആണോ? ഒക്കെ ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. പക്ഷേ നമുക്ക് എങ്ങനെ ഇത്ര ഒരു മോശം ഡ്രെയിനേജ് സംവിധാനം ഇത്ര ഒട്ടുമില്ലാത്ത, കാൽനട യാത്രക്കാരെ തീരെ പരിഗണിക്കാത്ത ഒരു ഡിസൈൻ എങ്ങനെ നമുക്കിവിടെ വന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു നെഗ്ലിജൻസ് ആണ് ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളപ്പോഴും. അതെ, താങ്കൾ സൂചിപ്പിച്ചത് വളരെ വളരെ സുപ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രാദേശികമായിട്ടുള്ള ഈ പോരായ്മകൾ അല്ലെങ്കിൽ ഈ പ്രത്യേകതകളൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അത് ഡിസൈനിൽ അടക്കം ഉൾപ്പെടുത്തേണ്ടതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ നിന്ന് കൈയൊഴിയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ഡ്രെയിനേജ് പോലും നിർമ്മിച്ചിട്ടില്ല എന്നുള്ളത്. അതിന്റെ ദൂഷ്യവശം ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം എത്തിക്കഴിഞ്ഞു, വീടുകളിലേക്ക് ചെളിയും വെള്ളമെല്ലാം നിറഞ്ഞ് കയറുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒക്കെ സംസ്ഥാനത്ത് പല മേഖലകളിലും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ ഈ മലകൾ തുരന്നുകൊണ്ടുള്ള പ്രവൃത്തികൾ. നമ്മൾ ശിരൂരിൽ കണ്ടതാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അത്തരത്തിൽ വളരെ അശാസ്ത്രീയമായ നിർമ്മാണം കേരളത്തിലും നടന്നിട്ടില്ലേ? ഇതും വലിയ വിപത്ത് സമ്മാനിക്കില്ലേ? മലകൾ തുരന്നുകൊണ്ട് നിർമ്മിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലോകത്ത് എല്ലായിടത്തും ഇപ്പം പല കൺട്രികളിലും ഇതിനെക്കാട്ടി വൾണറബിൾ ആയിട്ടുള്ള ഭൂപ്രകൃതി ഉള്ളിടത്ത് നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസും സ്ട്രക്ചേഴ്സും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ മലകൾ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു ഫൈൻഡിങ് ഇപ്പൊ ഇല്ല. എഞ്ചിനീയറിംഗ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ട്രക്ചറൽ ഡിസൈനും സ്ട്രക്ചറൽ ആഡ്ജക്വസീസും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു സംഭവിക്കില്ല. അൺലെസ് അണ്ടിൽ വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ചില്ലെങ്കിൽ. അപ്പൊ ഏത് സാഹചര്യത്തിലും ഏത് ഭൂപ്രകൃതിയിലും നല്ല എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ റോഡ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ഒരു കുഴപ്പമില്ല നിലനിൽക്കും. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൾട്ടി എഞ്ചിനീയറിംഗ് ആണ്, ഫോൾട്ടി ഡിസൈൻ, ഫോൾട്ടി കൺസ്ട്രക്ഷൻ, പുവർ ക്വാളിറ്റി കൺട്രോൾ. നമ്മുടെ കൺസ്ട്രക്ഷൻ സെക്ടർ അതൊരു കറപ്ഷൻ കൊണ്ട് റിഡിൽഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു മലകൾ തുറക്കാൻ പാടില്ലെന്നോ മലകളുടെ സൈഡിൽ കൂടെ റോഡ് ചെയ്യാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ പാടശേഖരിൽ കൂടെ റോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. അതൊക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള എഞ്ചിനീയറിംഗ് കറക്റ്റ് ആയിരിക്കണം. ആ എഞ്ചിനീയറിംഗ് ഡിസൈൻ സ്റ്റേജിൽ ചെയ്തതും ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതും അതിന്റെ കൺസ്ട്രക്ഷനിലുള്ള ആ ഒരു ക്വാളിറ്റിയുടെ ഡെഫിഷ്യൻസിയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അല്ല കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് റോഡ് പാടില്ലെന്നോ റെയില് പാടില്ലെന്നോ ഉള്ളതല്ല. ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യുന്നില്ല, ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. തീർച്ചയായും ഇപ്പൊ പല വിദഗ്ധ സംഘങ്ങളും ഇവിടേക്ക് എത്തുന്നുണ്ട് ഈ പരിശോധനകൾക്കായിട്ട്. ഇതിന്റെയൊക്കെ ഒരു ബേസിക് പ്രോട്ടോകോൾ എങ്ങനെയാണ്? ആരാണ് ഇത്തരം പരിശോധനകൾ ശരിക്കും നടത്തേണ്ടത്? അത് എന്തോ ഒരു പരിശോധനകൾ ഇപ്പൊ പേപ്പറിൽ നല്ലൊരു പ്രോസസ് ഉണ്ട് ഡിസൈൻ കൺട്രോൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. ആ ഒരു NHAI വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ NHAI ഡിസൈൻ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ NHAI ഡിസൈൻ തന്നെ എടുത്തു നോക്കുക. NHAI ഒരു DPR കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചു, അയാൾ വന്ന് ഡിസൈൻ ചെയ്തു. അയാളുടെ ഡിസൈൻ പല ഘട്ടങ്ങളിൽ അത് റിവ്യൂ ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ ഈ ഘട്ടങ്ങൾ ഒന്നും തന്നെ ഫുൾ പ്രൂഫ് അല്ല, നല്ലതല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഏജൻസീസിൽ എന്തുമാത്രം ഡിസൈനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു
എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇത്രയും കേരളത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു NH-66. ഇതിന്റെ ഡിസൈൻ വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾക്ക് കേരള PWD റോഡ്സ്, നാറ്റ്പാക്ക്, സേഫ്റ്റി അതോറിറ്റി ഇവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ഈ ഡിസൈൻ റിവ്യൂ ചെയ്യാനും ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്യാനും എന്നുള്ള ഒരു ശരിക്കും ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഈ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിൽ തന്നെ ഒരു പ്രോസസ് ഉണ്ട്. ഇതെല്ലാം പേപ്പറിൽ വളരെ നല്ല പ്രോസസ്സാണ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ടത്. പക്ഷെ ആ പേപ്പറൽ പ്രോസസ്സ് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷനിൽ ഒട്ടും തന്നെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ കേരളത്തിൽ എവിടെ പോയാലും അല്ലെ ഇന്ത്യയിൽ പോയാലും ഉണ്ട്, പക്ഷെ കേരളത്തിൽ നോക്കിയാൽ തന്നെ എല്ലാ ബ്രിഡ്ജസിന്റെയും അപ്രോച്ച് ഇരുന്നു പോയി. നമുക്ക് എറണാകുളത്തേക്കാൾ പല ബ്രിഡ്ജിലും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണാം. കാര്യം ആ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഉണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. അവിടെ ഫില്ല് ചെയ്ത് വരുന്ന കോമ്പാക്ട് ചെയ്യാത്തതുകൊണ്ടും ആ ഫില്ല് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബ്രിഡ്ജസ് അപ്രോച്ചിൽ ഇതിരിക്കുന്നത്. ബ്രിഡ്ജ് അപ്രോച്ചുകളിലാണ് ഇത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പം അതൊരു കൺസ്ട്രക്ഷൻ പ്രോസസ് ഉണ്ട്, പേപ്പറിലുണ്ട്. ഓരോ സ്റ്റേജിലും ആര് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ NHAI വെച്ചിട്ടുണ്ട് ഇവിടെ, അവരെന്തുമാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത്, കോൺട്രാക്ടറുടെ ചെക്ക് എന്താണെന്നുള്ള പേപ്പറിലുണ്ട്. പക്ഷെ ഇൻ പ്രാക്ടീസ് ഇത് എന്തുമാത്രം ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് അത് ക്വസ്റ്റ്യനബിൾ ആവും. തീർച്ചയായും. ശ്രീ ലല്ലു, നേരത്തെ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ, പാളിച്ചകൾ, വീഴ്ചകൾ സംഭവിച്ചപ്പോഴൊക്കെ കേന്ദ്ര നേതൃത്വം ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ കൈകഴുകി മാറിയിരിക്കുകയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ. അതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ശരിക്കും ഈ ഘട്ടത്തിൽ സർക്കാരിന് തന്നെ തിരിച്ചടിയാകില്ലേ? അതാണ് പറയുന്നത്. നമുക്കറിയാം, ഒന്നാമത് കേരളത്തിന്റെ മറ്റ് റോഡുകൾ ഇപ്പൊ ഈ ഇടയ്ക്കാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡുകളുടെ പണി പൂർത്തിയായത്. PWD ഏറ്റെടുത്ത് നടത്തിയ റോഡ് നിർമ്മാണമാണ്. വളരെ മനോഹരമായ റോഡുകളാണ്. അതിന്റെ ഡ്രെയിനേജ് സംവിധാനമായാലും സൈക്കിൾ ട്രാക്കുകളൊക്കെ അടങ്ങുന്ന വളരെ മനോഹരമായ റോഡുകളാണ്. അതായത് അത്രയും നല്ല റോഡുകളുള്ള ഈ സംസ്ഥാനത്ത് കൂടി സംസ്ഥാന സർക്കാർ അഭിമാന പദ്ധതിയായി നാഷണൽ ഹൈവേ 66 കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വരുന്നു. ഞങ്ങളുടെ അഭിമാന പദ്ധതിയാണ് എന്ന് പറയുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കന്നടക്കാരെ തീരെ പരിഗണിക്കാതെ വഴിയാത്രക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുന്ന ഒരു ഡിസൈൻ, ഇതിന് ഒരു ഘട്ടത്തിൽ പോലും ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. നല്ല വിദഗ്ധന്മാരായ ഡിസൈനർമാരും എഞ്ചിനീയർമാരും എല്ലാം ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ PWD എന്ന് ആലോചിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഇതിന്റെ ഡിസൈനിങ്ങിൽ പാളിച്ചയുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരിക്കലെങ്കിലും ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി നടപടി എടുക്കാത്തതാണോ എന്നുള്ള ചോദ്യം, ഇതിനെല്ലാം ഉത്തരം കിട്ടാതുള്ളൂ. നമുക്കറിയാം, ഈ ഇങ്ങനൊരു സംഭവം നടന്ന 2 ദിവസത്തിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്നലെ വൈകുന്നേരം വന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷം രാത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഒരു വിശദീകരണം ഫേസ്ബുക്കിൽ വരികയാണ്. ഇതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ അവസാനിച്ചോ എന്നുള്ള ചോദ്യമാണ്. ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്നാണ്. കാരണം അതിനും വലിയ അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ഓരോ ഘട്ടത്തിലും ഈ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത ഘട്ടം മുതൽ ഇതാ ദേശീയപാത വരുന്നു, ഞങ്ങളുടെ അഭിമാന പദ്ധതി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അടക്കം വളരെ ആവേശപൂർവ്വം ദേശീയപാത കേരളത്തിൽ വരാൻ പോകുന്ന ഈ വലിയ മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറായി ആവേശപൂർവ്വം അഭിമാന പദ്ധതിയെ ഉയർത്തി കാണിക്കാൻ നിന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ദൗർഭാഗ്യകരമായ ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നത്. നോക്കൂ, ഇത് ഈ ഉദ്ഘാടനത്തിന് മുമ്പ്, അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ ഉണ്ടായി. ഇത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും അതുണ്ടാകാത്തത്, അതിനു മുമ്പ് ഇത്തരമൊരു പാളിച്ച ശ്രദ്ധയിൽപ്പെട്ട ഭാഗ്യമായി. നമുക്ക് അടിയന്തരമായി ഈ പ്രശ്നത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് ഉൾപ്പെടുത്തി, അതായത് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളോട് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ദേശീയപാതയിൽ ഈ മഴവെള്ളം അല്ലെങ്കിൽ ഡ്രെയിനേജ് വാട്ടർ ഒരു ചെറിയ ഹോൾ വഴി സർവീസ് റോഡിലേക്ക് തള്ളുകയാണ്. ഇപ്പോൾ തന്നെ ശ്രീ ടോണി മാത്യു കൃത്യമായി പറഞ്ഞു, സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ തലത്തിലാണ് ഈ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം അക്കമിട്ട് നിരത്തുകയാണ്
ചെയ്തത് ഇപ്പോൾ. ഇനിയെങ്കിലും സംയുക്തമായ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചുണ്ടാകേണ്ടത്, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഈ പ്രശ്നങ്ങളിൽ ഈ പരിശോധന നടത്താനും അതോടൊപ്പം ഒരു പരിഹാരം കാണാനും, അല്ലേ? തീർച്ചയായും. യെസ്, ഞാൻ ശ്രീ ടോണി മാത്യുവിലേക്ക് കൂടി കടക്കുകയാണ്. ശ്രീ ടോണി മാത്യു, ഇപ്പോൾ താങ്കൾക്ക് വിവിധ മേഖലകളിൽ ഭൂപ്രകൃതികളിലൊക്കെ ഈ റോഡ് നിർമ്മാണത്തിൽ അതിന്റെ മേൽനോട്ടം വഹിച്ച് നേതൃത്വം വഹിച്ചുള്ള പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ്. കേരളത്തിന് ഏത് തരത്തിലുള്ള റോഡുകളാണ് ഏറ്റവും അനുയോജ്യം? അല്ല, അങ്ങനെ ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള റോഡുകൾ അനുയോജ്യം എന്നുള്ളതല്ല. പല ഇപ്പം ഐഡിയലി ഇപ്പൊ കേരളം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ചെയ്തത്, നമുക്കൊരു കമ്പയർ ടു രാജസ്ഥാൻ, ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് ആണെങ്കിലും നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എലോങ് ദ റോഡാണ് നമ്മുടെ ഡെവലപ്മെന്റ് മുഴുവൻ. നമ്മൾ റിബൺ ഡെവലപ്മെന്റ് ആണ്. നമുക്കിവിടെ ഒരു 100 മീറ്ററിനകത്ത് ആളെ കിട്ടാതെ അങ്ങനത്തെ ഒരു 100 മീറ്റർ സെക്ഷൻ പോലും നമുക്കില്ല. ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഒരു കടയുണ്ടാവും, വീടുകളുണ്ടാവും എല്ലായിടത്തും. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് അറ്റ് ഗ്രേഡ് ഓൺ ദ ഗ്രൗണ്ട് 6 ലൈൻ ചെയ്തത് എന്ന് പറയുന്നത് ശരിക്കും ആൾക്കാർ പറയുന്ന ഒരു ഡിവൈഡിങ് ആയിപ്പോയി ഇവിടെ. അത് ഇനി എങ്ങനെ ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്നൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട്. അത് ശരിക്കും അതിനെ നമ്മൾ ആലോചിക്കണം. ഇനി ബസ് ഇപ്പം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറയുന്നുണ്ട് KSRTC എവിടെ കൈ കാണിച്ചാലും നിർത്തുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അത് സാധിക്കുമോ ഇനിയും? അത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ മെയിൻ കാരേജ് ഒരു പെഡസ്ട്രിയൻസിന് ഇറങ്ങാനേ സാധിക്കില്ല. അപ്പൊ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ഐഡിയലി നമുക്ക് ഒരു എലിവേറ്റഡ് എക്സ്പ്രസ് വേ അരൂര് തൊട്ട് ചേർത്തല, ഇപ്പം എടപ്പള്ളി വരെ, തുറവൂർ മുതൽ അരൂര് വരെ ചെയ്ത പോലെ ഒരു എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു ഇവിടെ ഐഡിയലി വേണ്ടിയിരുന്നത്. നമ്മളപ്പോ ആൾക്കാർ പറയും അത് കോസ്റ്റ് ആണ്. ഒരു എലിവേറ്റഡ് ഹൈവേക്ക് 1 കിലോമീറ്ററിന് 120 കോടി രൂപയാണ് നമ്മൾ ഇപ്പൊ കോസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പൊ കേരളം മൊത്തം ചെയ്തു വരാൻ 300 ട്രിവാൻഡ്രം കാസർഗോഡ് ചെയ്യുമ്പോൾ മേ ബി അറൌണ്ട് 36,000 ക്രോസ് ഒക്കെ ആവും എൻ്റെ എസ്റ്റിമേറ്റ്. പക്ഷെ നമ്മൾ 1,50,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതൊരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഹൈവേ ഇങ്ങനെ ചെയ്തത് നമുക്കൊരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയി പോയി എന്ന് ഉള്ളൊരു സംശയമാണ്. പക്ഷെ അതൊന്നൊരു ക്ലിയർ ആയിട്ട് ഓക്കെ അതായി പോയി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു എലിവേറ്റഡ് എക്സ്പ്രസ് വേ ആയിരുന്നു കേരളത്തിൽ ഒരു സൈഡ് മുതൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ വേണ്ടിയിരുന്നത്, നമ്മുടെ ഭൂപ്രകൃതിക്കും നമ്മുടെ ലാൻഡ് യൂസിനും. ഇപ്പം വേറെ സംസ്ഥാനങ്ങളിൽ പോയാൽ അവർക്ക് ആ പ്രശ്നമില്ല. അവർക്ക് ഒരു സിറ്റി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഹൈവേകളിൽ ആള് താമസമില്ല. അത് അവർക്ക് അപ്ഗ്രേഡ് തന്നെ എക്സ്പ്രസ് വേ ചെയ്തു പോകാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് മുഴുവൻ റോഡിന്റെ ഇരുവശങ്ങളിൽ ആള് താമസിക്കുകയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കുറച്ച് അബദ്ധമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതെ, തീർച്ചയായും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ അബദ്ധം എങ്ങനെ തിരുത്താം എന്നുള്ളതാണല്ലോ നോക്കിക്കാണേണ്ടത്. ഇനിയിപ്പോൾ ഈ നാഷണൽ ഹൈവേയിലുടനീളം ഒരു ഓഡിറ്റ് നടത്തുക, എവിടെയൊക്കെ പാളിച്ചകൾ ഉണ്ട് എന്നുള്ളത് പരിശോധിക്കണം. പക്ഷേ ഈ പാളിച്ചകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രായോഗികമായി പരിഹരിക്കാം എന്നുകൂടി ആലോചിക്കേണ്ടേ? ഇതൊക്കെ പൊളിച്ചു മാറ്റി പുതിയ രീതിയിൽ പണിയുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. ഇല്ലില്ല, പ്രായോഗികമല്ല. അപ്പൊ ഇത് നമുക്കുള്ളത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഉള്ളതിനകത്ത് മാനേജ് ചെയ്യുക എന്നുള്ളത് വിച്ച് ഈസ് അഗെയിൻ അതൊരു വളരെ ടഫാണ്. പക്ഷെ എന്നാലും ഇപ്പൊ എക്സ്പ്രസ് വേ ആണല്ലോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 2 ലൈൻ ആക്സസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനെയും നമുക്ക് ഭാവിയിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് സർവീസ് റോഡിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം ഇനി ഇതൊരു ഫർദർ എക്സ്പാൻഷൻ സർവീസ് റോഡിന്റെ സൈഡിൽ വേണ്ടി വരും. നല്ല രീതിയിലുള്ള എൻട്രി എക്സിറ്റ് ഒക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോഴത്തെ എൻട്രി എക്സിറ്റ് ഇപ്പം എൻട്രി എക്സിറ്റ് നോക്കിയാൽ മതി. നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ചെയ്യുന്നതും നാഷണൽ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതും മെയിൻ റോഡിന് എക്സിറ്റ് സർവീസ് റോഡിലേക്ക് വളരെ അപകടകരമായ പോയിന്റ്സ് ആണ്. ഇത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. കാര്യം നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിവേഗതയിൽ പോകാമെന്നുള്ളതാണ് പ്രൊമോഷൻ. അതാണ് ആൾക്കാർ അട്രാക്ട് ചെയ്ത് നിങ്ങൾ അതിവേഗത ഉപയോഗിക്കുക എന്നുള്ളത്, അതിവേഗതയിൽ പോവുക, വിച്ച് ഇസ് ഓൾസോ എ ഫോൾസ് ക്യാമ്പയിൻ. അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. കേരളത്തിന്റെ ഇതിനകത്ത് നമുക്കൊരു സ്പീഡ് ലിമിറ്റ്, സേഫർ സ്പീഡ് ലിമിറ്റ് വെച്ച് അതിനകത്ത് ഡ്രൈവ് ചെയ്യാനാണ് ക്യാമ്പയിൻ ചെയ്യേണ്ടത്. പക്ഷെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ക്യാമ്പയിൻ ചെയ്യുന്നത് നിങ്ങൾ അതിവേഗതയിൽ പോകൂ എന്നുള്ളതാണ്. അപ്പൊ അതിവേഗതയിൽ പോകുമ്പോൾ ഒബിയസ്ലി അപ്പൊ അതിവേഗതയ്ക്ക് അനുസരിച്ചുള്ള ഡിസൈൻ ഉണ്ടായിരിക്കണം. ഈ ഡിസൈൻ അതിവേഗതയിൽ സുരക്ഷിതമായി പോകാനുള്ള ഒരു ഡിസൈൻ അല്ല. അത് ഡിസൈൻ ചെയ്യണമായിരുന്നെങ്കിൽ അതിന്റെ എൻട്രി എക്സിറ്റ് പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യണമായിരുന്നു. കാൽനട യാത്രക്കാർക്ക് സൗകര്യം ഉണ്ടാക്കണമായിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാക്കണം. അതൊക്കെ ചെയ്യണമായിരുന്നു. അതൊന്നും ചെയ്യാതെ
നമ്മൾ വളരെ അതിവേഗതയിൽ സുപ്രധാനപ്പെട്ട പോകും പോയിന്റുകളാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വളരെ നന്ദി ശ്രീ ടോണി മാത്യു ഞങ്ങളോടൊപ്പം ഈ ഘട്ടത്തിൽ ചേർന്നതിന്. ഒപ്പം ശ്രീ ലല്ലു നന്ദി ഒപ്പം ചേർന്നതിന്. ലോകത്തെ തന്നെ റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശ്രീ ടോണി മാത്യു ആണ് നമുക്കൊപ്പം അതിഥിയായി ചേർന്നത്. ഒപ്പം എസ് ലല്ലു. എറണാകുളം മൂഴിക്കുളത്ത് താൻ പുഴയിൽ എറിഞ്ഞു കൊന്ന മകൾ അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് ഇരയായതായി അറിയില്ലെന്നായിരുന്നു അമ്മയുടെ മൊഴി. കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായി എന്നാണ് അവർ മൊഴി നൽകിയത്. കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. കുട്ടി പീഡനത്തിന് ഇരയായ കേസും 22-അംഗ സംഘം അന്വേഷിക്കും. കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഈ പീഡന വിവരമൊന്നും തനിക്ക് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ മൊഴി. അപ്പോഴും എന്തിനു കൊന്നു എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ തൃപ്തിയുണ്ടോ അന്വേഷണ സംഘത്തിന്? ആര്യ, ഇന്നലെയാണ് 5 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് കുട്ടിയുടെ അമ്മയെ വിട്ടു നൽകിയത്. ഇന്നലെ ഈ കസ്റ്റഡിയിൽ കിട്ടിയ ഉടനെ തന്നെ പോലീസ് പ്രധാനമായും ഈ അമ്മയിൽ നിന്നും ചോദിച്ചറിഞ്ഞത് കുട്ടി പീഡനത്തിനിരയായി എന്ന വിവരം, അല്ലെങ്കിൽ കുട്ടി പീഡനത്തിനിരയാകുന്നു എന്ന കാര്യം അമ്മ അറിഞ്ഞിരുന്നു എന്നാണ്. പക്ഷെ അത് അറിയില്ല എന്ന് തന്നെയാണ് അമ്മ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം 3.5 വയസ്സുള്ള തന്റെ മകൾ, ആ മകളുടെ ദേഹത്ത് ഇത്തരത്തിലുള്ളൊരു മുറിവുകൾ ഉള്ളത് എന്തുകൊണ്ട് അമ്മ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും പോലീസ് ആ രീതിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ കുട്ടിയെ കൊല്ലാനുള്ള പ്രേരണ എന്താണെന്ന ചോദ്യത്തിന് അമ്മ പറയുന്നത് ഈ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാനായി തീരുമാനിച്ചു. ഒപ്പം ഈ കുട്ടിയെ ഈ അച്ഛൻ വീട്ടുകാർക്ക് വേണമെന്ന ഉള്ളൊരു ആവശ്യമായിരുന്നു. അവർ കുട്ടിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തു, കുട്ടിയെ കൂടുതൽ സ്നേഹിച്ചു, തന്നെ ഒഴിവാക്കി. ഇതെല്ലാം തനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. രണ്ടാം അമ്മയോടൊപ്പം കുഞ്ഞ് വളരുന്നത് താൻ ദുസ്വപ്നം കണ്ടു. ഇതൊക്കെ കൊണ്ടാണ് കുഞ്ഞിനെ കൊല്ലാനായി താൻ തീരുമാനിച്ചത്. അങ്ങനെ തന്റെ കുഞ്ഞിനെ അച്ഛന്റെ വീട്ടുകാർ, തന്നെ ആവശ്യമില്ലാത്ത അച്ഛന്റെ വീട്ടുകാർ സ്നേഹിക്കുന്നത് ഈ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഈ കുഞ്ഞിനെ കൊല്ലുവാനായി അല്ലെങ്കിൽ ഒഴിവാക്കുവാനായി ഈ അമ്മ തീരുമാനിച്ചതെന്നാണ് പോലീസിനോട് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ അമ്മ ആവർത്തിച്ചും മൊഴി നൽകിക്കൊണ്ടിരുന്നത്. തുടക്കത്തിൽ ചില മൊഴികളിലൊക്കെ വൈരുദ്ധ്യമുണ്ടായിരുന്നതും കൂടുതൽ വ്യക്തത തേടുന്നതിന് വേണ്ടി അടുത്തുള്ള ദിവസങ്ങളൊക്കെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതോടൊപ്പം ഈ പീഡനത്തിനിരയായ സംഭവത്തിൽ കുഞ്ഞ് പീഡനത്തിനിരയായി എന്ന കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പിടിയിലായ പ്രതിയും ഈ അമ്മയുമായി അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ അടുത്ത ഘട്ടമായി ഈ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയാണ് പോലീസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. അതോടൊപ്പം ഈ അമ്മയുമായി തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പുഴയിലടക്കം കൊണ്ടുവന്ന് ഒരു തെളിവെടുപ്പ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൊരു അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു എന്നുള്ളതാണ് ആര്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 22-അംഗ സംഘമായിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക. അതിൽ 3 വനിതാ SIമാർ ഉൾപ്പെടെ 4 വനിതകൾ ഈ ടീമിലുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ അമ്മയിൽ നിന്നും കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും അന്വേഷണ സംഘത്തെ അടക്കം വിപുലീകരിച്ച് സമഗ്രമായ അന്വേഷണം തുടരുകയാണ്. നവമി ദിനേശാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവിലെ ആളെ കൊല്ലി കടുവയ്ക്കായുള്ള ദൌത്യം 7 ദിവസം പിന്നിടുമ്പോൾ കടുവയുടെ സഞ്ചാരപഥം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച കൂടുകളിലാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. കടുവ സ്ഥിരമായി കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ മഞ്ഞൾപ്പാറ, കേരള എസ്റ്റേറ്റ്, ആർത്തല മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മദാരിക്കുണ്ട് ഭാഗത്ത് കൂടും ലൈവ് ക്യാമറയും സ്ഥാപിച്ച് മടങ്ങിയെത്തിയ വനംവകുപ്പ് സംഘത്തെ മുക്കട്ടയിൽ നാട്ടുകാർ തടഞ്ഞിരുന്നു. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ചർച്ചകൾക്കൊടുവിൽ വനംവകുപ്പ് സംഘം പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തത് മൂലമാണ് ഉപരോധം അവസാനിപ്പിച്ചത് നാട്ടുകാർ. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി. വളർത്തുനായയെ പുലി കൊണ്ടുപോയി. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് പുലിയെത്തിയത്. വീട്ടിലെ CCTVയിൽ പുലി നായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ തുടങ്ങി. പുലി സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിലാണ്.
ഇനി നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ഇന്ന് ന്യൂസ് 18നോടൊപ്പം ആരൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നത് എന്ന് നോക്കാം. ന്യൂസ് 18 പ്രേക്ഷകരായ ജോർജനും കുടുംബത്തിനും ഇന്ന് ആഘോഷ ദിനമാണ്. ജോർജന്റെയും ഭാര്യ സോജിയുടെയും 14ാം വെഡിംഗ് ആനിവേഴ്സറിയാണ് ഇന്ന്. ഒപ്പം ഇളയ മകൻ ജോയാൻ ജോർജന്റെ 5ാം ജന്മദിനവുമാണ്. അപ്പോൾ ജോയാൻ മോന് ആദ്യം ഹാപ്പി ബർത്ത്ഡേ, പിന്നെ അച്ഛനും അമ്മയ്ക്കും ജോർജനും ഫാമിലിക്കും ഹാപ്പി വെഡിംഗ് ആനിവേഴ്സറി കൂടി ന്യൂസ് 18 കുടുംബത്തിന്റെ വക അറിയിക്കുകയാണ്. മലപ്പുറം ചങ്ങരംകുളം മൂക്കുതല ഹരിഭവനിൽ രേഷ്മയുടെ ജന്മദിനമാണിന്ന്. ന്യൂസ് 18 ടീമിലെ വീഡിയോ എഡിറ്റർ ബിനോയാണ് ഭർത്താവ്. അപ്പോൾ രേഷ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ രേഷ്മയുടെയും ആദിത്യന്റെയും 5ാം വിവാഹ വാർഷികമാണിന്ന്. ഇരുവർക്കും ബന്ധുക്കൾ വിവാഹ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ന്യൂസ് 18 കുടുംബത്തിന്റെ വകയും രണ്ടുപേർക്കും ഹാപ്പി ആനിവേഴ്സറി വിഷസ്. കേരളത്തിലെ വികസന കുതിപ്പായി നമ്മൾ ഉയർത്തിക്കാട്ടിയ ദേശീയപാതയുടെ നിർമ്മാണത്തിലെ പാളിച്ചകൾ, അപാകതകൾ, ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ച് ഇറങ്ങുകയാണ് ന്യൂസ് 18. സംസ്ഥാന സർക്കാരിന് ഈ പറയുന്നത് പോലെ അങ്ങനെ കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ഈ വാർത്താ ദിനം ആ ഒരു ചോദ്യത്തിന് വേണ്ടി ഒരു ഫോക്കസ്ഡ് കവറേജിനായി ന്യൂസ് 18 കേരളം മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ വാർത്താ ബുള്ളറ്റിനുകളിലും പ്രേക്ഷകർക്ക് ഈ കവറേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.